ഹായ് എവരിവൺ, വെൽക്കം ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഐശ്വര്യ. നമ്മളിന്ന് റീസണിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ October 3 ഷിഫ്റ്റ് 1 CPU എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സീരീസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കാണാത്ത ഏതെങ്കിലും പാറ്റേൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഓരോ പാറ്റേണും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് 1-2 പ്രാവശ്യമൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം ആ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുമ്പോൾ ചിന്തിക്കാൻ എടുക്കുന്ന ഒരു 20 സെക്കൻഡ് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്കും പോകാം. ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 30 സെക്കൻഡ്സ് ടൈം ഉണ്ടായിരിക്കും. ആ ടൈമിനിടയിൽ നിങ്ങൾ മാക്സിമം ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ നോക്കി പോകാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സെലക്ട് ദ സെറ്റ് ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഓപ്പറേഷൻസ് നോട്ട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്പേഴ്സിനെ ഈ ഹോൾ സെറ്റായിട്ട് തന്നെ എടുക്കണം. ഓരോ നമ്പേഴ്സിനെ ഇൻഡിവിജ്വലി എടുത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് 2 6 4 4 6 2. രണ്ടാമത്തെ സെറ്റ് 1 3 2 3 3 0. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതേ റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്ന ഒരു പെയർ നമ്മുടെ ഈ 4 ഓപ്ഷൻസിലുണ്ട്. ആ ഓപ്ഷൻ നോക്കിയിട്ട് പെയർ ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് 30 സെക്കൻഡ്സ് ടൈമാണുള്ളത്. ടൈമിനർ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ മാക്സിമം ആ ടൈമിനിടയിൽ തന്നെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. 2 6 4 4 6 2. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ആൻസേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് നമ്പർ, ഇത് ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ ആണല്ലോ. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 198 ആഡ് ചെയ്യുന്നതാണ്. സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 198 ആഡ് ചെയ്യുന്നതാണ്. ഇതേ പാറ്റേൺ തന്നെ അടുത്ത സെറ്റിലും ഫോളോ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ 1 3 2 ആണ്. ഇതിൻ്റെ കൂടെ 198 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 3 0 കിട്ടും. അപ്പോൾ പാറ്റേൺ നമുക്ക് കിട്ടി. സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ പ്ലസ് 198, അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പറിൻ്റെയും സെക്കൻഡ് നമ്പറിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 198 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ഈ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ സോൾവ് ചെയ്യുന്ന ഓപ്ഷൻ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ നോക്കാം. ആദ്യത്തത് 211. 211ൻ്റെ കൂടെ 198 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റിൽ വരാൻ പോകുന്നത് ആരായിരിക്കും? 8 1 9 ആയിരിക്കും. ഇവിടെ വരുന്നത് 340 അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മാത്രം വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ 188. 188ൻ്റെ കൂടെ 198 ആഡ് ചെയ്ത യൂണിറ്റ് ഡിജിറ്റിൽ 8 8 16 6 വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ യൂണിറ്റ് ഡിജിറ്റിൽ ആരാണ്? 8 ആണ്. അപ്പോൾ ഈ ഓപ്ഷനും അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. 386 198 14. യൂണിറ്റ് ഡിജിറ്റിൽ 4 വരും. ഇവിടെയും 4 ആണ്. അപ്പോൾ ഇതൊരു ഓപ്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുകിൽ ഇത് മൊത്തം ആഡ് ചെയ്ത് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താലും മതി. 282ൻ്റെ കൂടെ 198 ആഡ് ചെയ്താൽ യൂണിറ്റ് ഡിജിറ്റിൽ ആര് വരണം? 0 വരണം. അപ്പോൾ ഈ ഓപ്ഷനും അല്ല. സോ തേർഡ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കറക്റ്റ് ആൻസർ തേർഡ് ഓപ്ഷനാണ്. നിങ്ങൾ മൊത്തം ഒന്നും കൂട്ടി നോക്കരുത്. യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അതായിരിക്കും നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: 4 letter clusters have been given, out of which 3 are alike in some manner and 1 is different. Select the odd letter cluster. ലെറ്റർ ക്ലസ്റ്റേഴ്സ് ഇതൊക്കെയാണ്: WYRS, PSJK, PRKL, FHAB.
ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. 30 സെക്കൻഡ്സ് ടൈമാണുള്ളത്. ആ ടൈമിനിടയ്ക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, 30 സെക്കൻഡ്സ് കംപ്ലീറ്റ് ആയി. നമുക്ക് നോക്കാം. നമ്മളുള്ള ഫസ്റ്റ് പെയറാണ് WYPS. ആദ്യം തന്നെ നമുക്ക് ഈ ആൽഫബറ്റ്സിന് കറസ്പോണ്ട് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം, അഥവാ അവരുടെ പൊസിഷണൽ വാല്യൂസ് ഒന്ന് നോക്കാം. W എന്ന് വെച്ച് കഴിഞ്ഞാൽ 23 ആണ്, Y 25, P 16, S 21 അല്ല, S19. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവരുടെ റിലേഷൻഷിപ്പ് നോക്കാം. റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വരാൻ പോകുന്നത്, ഇത് 6 ആണല്ലേ, 8. ആദ്യം 23 25ലേക്ക് മാറി +2. ഇനി 25 18ലേക്ക് മാറി. 25 18ലേക്ക് മാറി എന്ന് പറയുമ്പോൾ 5 2 7 കുറഞ്ഞല്ലേ, -7. അത് കഴിഞ്ഞ് 6 എസ്സിലേക്ക് മാറി, 18 19ലേക്ക് മാറി +1. അപ്പോൾ ഫസ്റ്റ് സെറ്റിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് തേർഡ് ഓപ്ഷൻസിലൊക്കെ എവിടെയൊക്കെയാണ് ഇതേ റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യാത്തതെന്ന് നോക്കുക. അപ്പോൾ രണ്ടാമത്തതാണ് PSJK. P16, S19, J10, K11 +3 -9 +1. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യണം. മൂന്നാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് ഓപ്ഷൻ്റെ പാറ്റേൺ ആണോ വരുന്നത് അത് തന്നെയായിരിക്കും ബാക്കി എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ PRKL ആണ്. ഓക്കെ, PRKL, L12, K11, R18, P16 +2 -7 +1. ഒന്നാമത്തെ ഓപ്ഷൻ്റെ പാറ്റേൺ തന്നെയാണ് മൂന്നാമത്തെ ആളും ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി 1 3 4 ഇവർ 3 പേരും ഫോളോ ചെയ്തിരിക്കുന്ന പാറ്റേൺ എന്ത് തന്നെയായിരിക്കും, 1 3 4 ഫോളോ ചെയ്തേക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് +2 -7 +1 ആണ്. ബാക്കി സെക്കൻഡ് ഓപ്ഷൻ മാത്രം ഫോളോ ചെയ്തിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് +3 -9 +1. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. അതാണ് നമ്മുടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് VATT is coded as 65 and STOLK is coded as 79. How will generous be coded in that language? Options 116, 216, 204 and 106. 30 seconds ടൈം ഉണ്ട്. ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഒരു പെർട്ടിക്കുലർ കോഡ് ലാംഗ്വേജിൽ VATT ഇതിനെ കോഡ് ചെയ്തിരിക്കുന്നത് 65 എന്നാണ് അല്ലേ. അപ്പോൾ ലെറ്റേഴ്സിനെ നമ്പർ വെച്ച് കോഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതിൽ പല പോസിബിലിറ്റീസ് വരാം. മിക്കവാറും വരുന്ന ഒന്നുകിൽ അവരുടെ പൊസിഷണൽ വാല്യൂ,
അല്ലാന്നുണ്ടെങ്കിൽ പൊസിഷണൽ വാല്യൂവിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വാല്യൂ. ഓക്കെ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും അതായത് ഓപ്പോസിറ്റ് ആൽഫബറ്റിൻ്റെ, ഇപ്പോൾ വിയുടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇ ആയിരിക്കും വരുന്നത്, അപ്പം ഇയുടെ വാല്യൂ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഇപ്പം VA2 A1 അങ്ങനെ വെറുതെ കോഡ് ചെയ്തും പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പൊസിഷണൽ വാല്യൂസ് ഒന്ന് നോക്കി നോക്കാം. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ V22 A1 T20 T20 എന്തായാലും ഇവരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് വേണ്ടത് 65 ആണ്. അപ്പോൾ 65നോട് അടുത്ത് വരണമെങ്കിൽ ഇവരെ ആഡ് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 20 20 40 പ്ലസ് 22 എന്ന് പറയുമ്പം 62 പ്ലസ് 1 63 ആണ് ഇവരുടെ പൊസിഷണൽ വാല്യൂസിൻ്റെ സമ്മ്. ഓക്കെ, അതിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? 65 കിട്ടി. ഓക്കെ, ഇനി അതായത് പൊസിഷണൽ വാല്യൂസിൻ്റെ സം ഓഫ് പൊസിഷണൽ വാല്യൂ പ്ലസ് 2 ആണ് എനിക്കിപ്പോൾ കിട്ടിയ റിലേഷൻഷിപ്പ്. ഇനി ഇത് അടുത്ത ആൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ആൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അടുത്തത് സ്റ്റോൾക്കാണ്. STOLK K11 L12 O15 T20 S19 എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 77 ആണ്. ഓക്കെ, 77. അപ്പോൾ ഈ 77ൻ്റെ കൂടെ എഗെയിൻ നമുക്ക് 2 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 79 എന്ന് കിട്ടും. ഇവിടെയും സ്റ്റോൾക്കിനെ കോഡ് ചെയ്തേക്കുന്നത് 79 ആയിട്ടാണ്. അപ്പം പാറ്റേൺ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അതായത് ജനറസിൻ്റെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ജനറസ് ഞാൻ ഒന്ന് മായ്ക്കുവാണേ. GENEROUS G7 E5 N14 G5 R18 O15 U21 S19 എല്ലാം കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 104 എന്ന ആൻസർ കിട്ടും. 104 പൊസിഷണൽ വാല്യൂസിൻ്റെ സമ്മ് 104 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 106 എന്ന് കിട്ടും. സോ ഫോർത്ത് ഓപ്ഷൻ 106 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ഒന്ന് പരിചയപ്പെടാം. സോ നിങ്ങൾ വരാന്ത റേസിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. സോ നിങ്ങൾക്ക് ആദ്യം തന്നെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആ ക്ലാസ്സുകൾക്ക് ശേഷം നിങ്ങൾ ബേസിക് സർക്കിൾസിലേക്ക് പോകും. അപ്പോൾ ക്ലാസ്സുകളിൽ നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാനാണ്, അല്ലേ, നമ്മുടെ ബേസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി പോകുന്നത് നിങ്ങൾ ക്ലാസ്സുകളിൽ വെച്ചിട്ടായിരിക്കും. അത് കഴിഞ്ഞ് സർക്കിൾസിലേക്ക്, ബേസിക് സർക്കിൾസിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത് ഈ ബേസിക് സർക്കിളിൽ വെച്ചിട്ടായിരിക്കും. അതിനുശേഷം നമ്മൾ എക്സ്ട്രീം സർക്കിളിലേക്ക് പോകും. ബേസിക് സർക്കിൾ കഴിയുമ്പോൾ CGL ടയർ 1 പാറ്റേണിൽ നിങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാം ക്വാളിഫൈ ചെയ്യുന്നവരായിരിക്കും എക്സ്ട്രീം സർക്കിളിലേക്ക് പോവുക. എക്സ്ട്രീം സർക്കിളിൽ നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കും. അതിനുശേഷം നമുക്ക് സൂപ്പർ ബാച്ചുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സൂപ്പർ ബാച്ചുകളിൽ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സൂപ്പർ ബാച്ചിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ പെർട്ടിക്കുലർ എക്സാമിൻ്റെ ലെവലിലുള്ള അതിന് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. വൺ സൂപ്പർ ബാച്ചിന് ശേഷം റിപ്പ് സെഷൻസ് ഉണ്ടായിരിക്കും. റിപ്പ് സെഷൻസിൽ നിങ്ങൾ ഇൻറ്റൻസ് ആയിട്ട് ഒരുപാട് മോക്കുകൾ എടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു സെഷനാണ് റിപ്പ് സെഷൻസ്. ആൻഡ് ഫൈനലി മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മോക്ക് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സാമൊക്കെ എഴുതി ക്ലിയർ ആയി, ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ പാർട്ട് മാത്രമേ ബാക്കിയുള്ളെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ്. സോ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വരാന്ത റേസിലേക്ക് ജോയിൻ ചെയ്യാം. അതിന് ഓൺലൈൻ ആസ് വെൽ ആസ് ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 7845730248 എന്ന നമ്പറിലേക്കും ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 7845792238 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്.
Select the option that is related to the fifth letter cluster in the same way as the second letter cluster is related to the first letter cluster and the fourth letter cluster is related to the third letter cluster. Okay. കോഡ്സ് തന്നിട്ടുണ്ട്. ടെമ്പിളിനെ കോഡ് ചെയ്തേക്കുന്നത് SCJLGV, ചർച്ചിനെ കോഡ് ചെയ്തിരിക്കുന്നത് BF RNXB, മോസ്കിനെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും കോഡ് ചെയ്തേക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. 30 സെക്കൻഡ്സ് ടൈമുണ്ട്. ആ ടൈമിനിടയ്ക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, 30 സെക്കൻഡ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് ടെമ്പിൾ ആണ് അല്ലേ? ടെമ്പിളിനെ കോഡ് ചെയ്തിരിക്കുന്നത് SCJLGY. ഓക്കെ, T20, E5, M13, P16, L12, E5. താഴെ നോക്കാം. 19, 3, 10, 12, 7, 25. ഓക്കെ, ആദ്യം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നോക്കാം. മുകളിൽ നിന്ന് നേരെ താഴേക്ക്. അത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് ടു എൻഡ് റിലേഷൻഷിപ്പ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. അതും ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലും ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലും നടുക്കുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നോക്കാം. അതൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത എന്തെങ്കിലും ഒരു പാറ്റേണിനെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 20 19 1 കുറഞ്ഞു, 5 3 അല്ലെങ്കിൽ C ആയി. അപ്പോൾ ഇവിടെ 2 കുറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ വരാൻ ചാൻസ് ഉണ്ടല്ലേ. അടുത്ത നോക്കിയേ, 13 10 3 കുറഞ്ഞു, 16 12 4 കുറഞ്ഞു, 12 7 5 കുറഞ്ഞു, 5 25 6 കുറഞ്ഞു. എങ്ങനെയാണ് 6 കുറഞ്ഞത്? നമുക്കറിയാം, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എന്തായി? 4 ലെറ്റേഴ്സ് കുറഞ്ഞു അല്ലേ. അഞ്ചാമത്തെ Z വരും, പിന്നെ അടുത്തത് ഇസഡിൻ്റെ തൊട്ടിപ്പുറത്ത് Y വരും. പിന്നെ സൈക്കിളായിട്ട് ബാക്കിലേക്ക് പോകും. ഓക്കെ, അപ്പം Y വന്നു, 6 കുറഞ്ഞ് Y വന്നു. അപ്പം നമുക്ക് മനസ്സിലായി പാറ്റേൺ. ഓക്കെ, പാറ്റേൺ മനസ്സിലായി. ഇനി അടുത്ത ഓപ്ഷൻ ഉണ്ട്, ചർച്ച് BF RNXB. പക്ഷേ ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ വന്ന സ്ഥിതിക്ക് ഇങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അടുത്ത ഓപ്ഷൻ നിങ്ങളെടുത്ത് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ടൈം കളയണം എന്ന് ഞാൻ പറയത്തില്ല. വേണമെങ്കിൽ ആദ്യത്തെ ഒരു ലെറ്റർ വല്ലതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പാറ്റേൺ മനസ്സിലായി. അപ്പോൾ നമുക്കിനി നമ്മുടെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻസർ എന്താണ്? നമുക്കിവിടെ തന്നിരിക്കുന്നത് മോസ്കിനെയാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. MOSQUE, M13, O15, S19, Q17, U21, E5. Okay, so -1, -2, -3, -4, -5, ഇവിടെ -6. നേരത്തെ പോലെ തന്നെ ലാസ്റ്റ് ഡിജിറ്റ് E ആണ്, അവിടെ -6 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ E ആയിരുന്നു, -6 വന്നപ്പോൾ Y ആയി. അപ്പോൾ ഇവിടെയും E ആണ്, -6 വരുമ്പോൾ എന്താവും? Y ആവും. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് Y വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 4th ഓപ്ഷൻ. അപ്പോൾ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കണമെന്ന് പോലും ഇല്ല. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. M 1 കുറഞ്ഞു കഴിഞ്ഞാൽ 12 ആവും. 12 എന്ന് പറഞ്ഞാൽ L ആണ്. O 2 കുറഞ്ഞു കഴിഞ്ഞാൽ 13 ആവും M. Sന് 3 കുറഞ്ഞു കഴിഞ്ഞാൽ 16 ആവും P. അത് കഴിഞ്ഞ് 17 4 കുറഞ്ഞു കഴിഞ്ഞാൽ 13 വരും M. 21 നിന്ന് 5 കുറഞ്ഞു കഴിഞ്ഞാൽ 16 വരും. അഗൈൻ 16 എന്ന് പറയുമ്പോൾ P. LMP, MP, Y
ഫോർത്ത് ഓപ്ഷൻ നമുക്ക് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. എപ്പോഴും നിങ്ങൾ ആദ്യം ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലെറ്റർ കോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടൈം നമുക്ക് ഒരുപാട് സേവ് ചെയ്തിട്ട് ആ ടൈമും കൂടെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് മാത്സിനൊക്കെ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് കോർട്ട് ഈസ് കോഡഡ് ആസ് OCRTR ആൻഡ് ജഡ്ജ് ഈസ് കോഡഡ് ആസ് UJAEG. How will order be coded in the same language? First option LDRRE, second option ROARE, third option REARO, fourth option ROBRE. 30 seconds ടൈം ഉണ്ട്. ഞാൻ ടൈമർ ഓൺ ചെയ്യാം. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, 30 സെക്കൻഡ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ പറയുന്നത് കോർട്ട് COURT, കോർട്ടിനെ കോഡ് ചെയ്തേക്കുന്നത് OCRTR ആണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നോക്കിയേ, COയെ OC ആക്കി, RTയെ TR ആക്കി, U21 ആണ്, R 18 ആണ്. ഒരു 3 വാല്യൂ കുറഞ്ഞു വന്നു. ഇതേ റിലേഷൻഷിപ്പ് ആണോ അടുത്ത് വരുന്നതെന്ന് നോക്കാം. അടുത്തത് ജഡ്ജാണ് അല്ലേ, JUDGE. ജഡ്ജിനെ കോഡ് ചെയ്തേക്കുന്നത് UJAEG. ലാസ്റ്റ് 2 ലെറ്റേഴ്സിനെ ക്രോസ് ചെയ്തേക്കുവാണ്. ഫസ്റ്റ് 2 ലെറ്റേഴ്സിനെയും ക്രോസ് ചെയ്തേക്കുവാണ്. ഇവിടെ 4 1ആയി. സോ 3 കുറഞ്ഞു, -3. ഓക്കെ, അപ്പം നമുക്ക് പാറ്റേൺ മനസ്സിലായി. ആദ്യത്തെ 2 നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അവസാനത്തെ 2 നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. നടുക്കുള്ള നമ്പറിൻ്റെ പൊസിഷണൽ വാല്യൂ 3 കുറച്ച് താഴേക്ക് എഴുതുന്നു. അപ്പോൾ ഇത് തന്നെയായിരിക്കും നമ്മൾ അടുത്ത് ഓർഡറിലും ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഓർഡർ, ഇവർ രണ്ടുപേരെയും ക്രോസ് ചെയ്തു, RE. ഇവർ രണ്ടുപേരെയും ക്രോസ് ചെയ്തു, RO. ഇവിടെ 4 ആണ്, -3 ചെയ്തു, 1 വരും, A വരും. REA, ROARE, ROARE. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. മറ്റൊരു ഷിഫ്റ്റിൽ ചോദിച്ച കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. CPO എക്സാംസ് ഒക്കെ ഉടനെ എത്തും. സെലക്ഷൻ ഫേസിൻ്റെ എക്സാംസ് വരാറായി. ഇനി അങ്ങോട്ട് എക്സാമിൻ്റെ സീസൺ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ മാക്സിമം ടൈം പഠിക്കാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.